ദിയയുടെയും മഹാനകൃഷ്ണയുടെയും വ്ലോഗിലൂടെയാണ് സിന്ധുവിൻ്റെ സഹോദരിയുടെ മകൾ തൻവി സുധീഷ് ഘോഷ് പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്നത്. കാനഡയിൽ സെറ്റിൽഡായ തൻവി 4 വയസ്സുകാരൻ ലിയാൻ്റെ അമ്മയാണ്. ഡൈവോഴ്സിൻ്റെ പടിക്കൽ വരെ എത്തിയ ദാമ്പത്യം നിരന്തര പരിശ്രമത്തിലൂടെയാണ് തൻവി തിരികെ പിടിച്ചത്. ഇപ്പോൾ ഭർത്താവ് യോജിക്കിനും മകനുമൊപ്പം സന്തുഷ്ട ജീവിതം നയിക്കുന്ന തൻവി പുതിയൊരു സന്തോഷവാർത്ത പങ്കിട്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും അമ്മയാകുന്നു. പുതിയ വ്ലോഗിലൂടെയാണ് രണ്ടാമത്തെ പ്രഗ്നൻസി തൻവി റിവീൽ ചെയ്തത്. 1.5 മാസത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓണത്തിനാണ് അവസാനത്തെ വ്ലോഗ് പങ്കിട്ടത്. പോസ്റ്റ് ചെയ്യാത്തതിന് ചില കാരണങ്ങളുണ്ട്. പലരും മെസ്സേജ് അയച്ച് ചോദിച്ചു, ഞാനും യോജിക്കും വീണ്ടും സെപ്പറേറ്റഡ് ആയോ, അതുകൊണ്ടാണോ വീഡിയോ ഇടാത്തത് എന്നൊക്കെ. അതുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. വയ്യാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് തൻവി വ്ലോഗ് ആരംഭിക്കുന്നത്. കിറ്റിൻ്റെ സഹായത്തോടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും കുടുംബമായും ബന്ധുക്കളുമായും സന്തോഷം പങ്കിടുന്നതിൻ്റെയും വീഡിയോയുമായെല്ലാം വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രഗ്നൻസി ടെസ്റ്റ് പേടിയോടെയാണ് ചെയ്തത്. കുറേ വർഷം കഴിഞ്ഞല്ലോ, വേറൊരു കുഞ്ഞുണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ശ്രമിച്ചു നോക്കി. കുറച്ച് ദിവസമായി പതിവില്ലാതെ നേരത്തെ ഞാൻ ഉറങ്ങുന്നുണ്ടായിരുന്നു. പോരാത്തതിന് ലോവർ ബാക്ക് പെയിനും ചെസ്റ്റ് പെയിനും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ കിറ്റ് വാങ്ങിയത്. ഇപ്പോൾ നിരന്തരം ചൂയിങ്കം ചവച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഛർദിയും അതുമായി ബന്ധപ്പെട്ടുള്ള കരച്ചിലും എല്ലാം ഉണ്ട്. ആദ്യത്തെ പ്രഗ്നൻസിയേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ഇതെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും അനുഭവിച്ചിട്ടില്ല. യോജി ഉള്ളതുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. പക്ഷേ ലിയാന് ഞാൻ തന്നെ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഞാൻ അടുത്തില്ലെങ്കിൽ എല്ലാം അമ്മ ചെയ്യണമെന്ന് നിർബന്ധമാണ്. മരുന്നൊന്നും ഛർദി കേൾക്കുന്നില്ല. സോഡ നാരങ്ങ വരെ പരീക്ഷിച്ചു, പക്ഷേ പ്രയോജനമുണ്ടായില്ല. പച്ചവെള്ളം കുടിച്ചാൽ പോലും ഛർദിക്കും. ജോലിക്ക് ഞാൻ പോകുന്നുണ്ട്. അവിടെ പോയാലും ഛർദിയാണ്. ഇന്ത്യൻ ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എരിവ് എന്ത് കഴിച്ചാലും ഛർദിക്കും. പ്ലെയിൻ ഫുഡ് കഴിക്കാം, എണ്ണയുടെ സ്മെൽ പോലും പറ്റുന്നില്ല. മധുരം കഴിക്കാം, തൻവി പറയുന്നു. ഞാനാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതും തൻവിയെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. വീട്ടുകാരോടും ബെസ്റ്റ് ഫ്രണ്ടിനോടും എല്ലാം പറഞ്ഞു. വളരെ പെട്ടെന്നായി പോയെന്ന ചോദ്യം വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണ്. കുട്ടികൾ തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസം വരരുത് എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. ആദ്യത്തെ പ്രഗ്നൻസി തൻവിയോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കുറവ് എനിക്ക് പരിഹരിക്കാൻ അവസരം കിട്ടും. മൂഡ് സ്വിങ്സ് എന്താണെന്ന് ഞാൻ പഠിച്ചു. തൻവിക്ക് 3 മാസം ആകാറായി. ഇനിയുള്ള മാസങ്ങൾ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്ന് യോജിയും പറഞ്ഞു. ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോഴാണ് തൻവി കാനഡയിലേക്ക് പോയത്. യോജി പക്ഷേ സൗദിയിലായിരുന്നു. പ്രസവ സമയത്ത് അടക്കം തൻവിക്ക് ആരും സഹായമുണ്ടായിരുന്നില്ല. 10 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വെച്ചുകൊണ്ടാണ് തൻവി അന്ന് ജോലിക്ക് പോയി വരുമാനം കണ്ടെത്തിയത്.